നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവുമായാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പലരും അറിയാതെ പോകുന്ന നിരവധി സർക്കാർ ആനുകൂല്യങ്ങൾ ഇപ്പോൾ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ വഴി വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വാർഡ് സഭകളും ഗ്രാമസഭകളും സജീവമായിരിക്കുന്ന ഈ സമയത്ത് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് ഉൾപ്പെടുത്തുന്ന നടപടികളാണ് നടക്കുന്നത്. എന്നാൽ പലർക്കും വലിയ തെറ്റിദ്ധാരണയുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർക്കോ റേഷൻ കാർഡ് ഉള്ളവർക്കോ മാത്രമല്ല ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക. അർഹതയുള്ള നിരവധി കുടുംബങ്ങൾ അപേക്ഷ നൽകിയാൽ മാത്രമേ ഈ സഹായങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മുഴുവനായും കാണുക. കാരണം നിങ്ങൾക്ക് ലഭിക്കാവുന്ന സഹായങ്ങൾ എന്തൊക്കെയാണെന്നും അപേക്ഷ എങ്ങനെ സമർപ്പിക്കണമെന്നും ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നും വിശദമായി പറയാനാണ് പോകുന്നത്. ആദ്യം അറിയേണ്ട പ്രധാന കാര്യം, നിങ്ങളുടെ പ്രദേശത്തെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുകൾ വഴി വിവിധ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഇതിനായി പൊതുവെ ആവശ്യമായി വരുന്ന രേഖകൾ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ, ഹരിതകർമ്മസേന യൂസർ ഫീ അടച്ച രസീത്. ഈ രേഖകൾ തയ്യാറാക്കി വെക്കുന്നത് വളരെ പ്രധാനമാണ്. ഹരിതകർമ്മസേന ഫീസ് അടയ്ക്കുന്നവർക്ക് മുൻഗണന. ഇപ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രത്യേകമായി പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഹരിതകർമ്മസേന യൂസർ ഫീസ്. പല മാസങ്ങളായി ഫീസ് അടയ്ക്കാത്തവർക്കും കൃത്യമായി അടയ്ക്കുന്നവർക്കും ഇടയിൽ മുൻഗണന നൽകുമ്പോൾ വ്യത്യാസമുണ്ടാവാം. അതിനാൽ നിങ്ങൾ ഫീസ് കുടിശ്ശികയിൽ എത്രയും വേഗം ഉണ്ടെങ്കിൽ അടയ്ക്കുക. ഫീസ് കുടിശ്ശിക ഉണ്ടെങ്കിൽ എത്രയും വേഗം അടയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ മുൻപ് സമാന ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കും മുൻഗണന ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സർക്കാർ ഇപ്പോൾ വയോജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. 60 വയസ്സിന് മുകളിലുള്ള നിരവധി ആളുകൾ അവരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കാൻ വിവിധ സഹായ ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്നത് ഊന്നുവടി, വീൽ ചെയർ, വാട്ടർ ബെഡ്, കട്ടിൽ, കമ്പിളിപ്പുതപ്പ്, ബെഡ്ഷീറ്റ്, മറ്റ് മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ. പലർക്കും ഇവ വാങ്ങാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്. അത്തരക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി. ഭിന്നശേഷിക്കാർക്കായി വിവിധ പ്രത്യേക പദ്ധതികളും നിലവിലുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് വീൽ ചെയർ, ട്രൈസൈക്കിൾ, ക്രച്ചസ്, പ്രത്യേക ഉപകരണങ്ങൾ എന്നിവ നൽകുന്ന പദ്ധതികൾ പല പഞ്ചായത്തുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനാൽ അർഹരായവർ അപേക്ഷ നൽകുന്നത് മറക്കരുത്. വീട്ടിലെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി ബയോബിൻ ലഭിക്കുന്ന പദ്ധതികളും നടപ്പിലുണ്ട്. ഇതിലൂടെ വീട്ടിൽ തന്നെ മാലിന്യം സംസ്കരണം, ദുർഗന്ധം കുറയ്ക്കുക, വളം നിർമ്മിക്കാൻ കഴിയുക, പരിസ്ഥിതി സംരക്ഷണം എന്നിവ സാധ്യമാവും. പല സ്ഥലങ്ങളിലും സബ്സിഡി നിരക്കിലാണ് ബയോബിൻ വിതരണം ചെയ്യുന്നത്. വീട്ടിൽ തന്നെ ജൈവവളം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ നൽകുന്ന പദ്ധതികളും ഉണ്ട്. ഇതിലൂടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്താം, നല്ല ഗുണമേന്മയുള്ള ജൈവവളം ലഭിക്കും, കൃഷിച്ചെലവ് കുറയ്ക്കാം, പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാം. ഇപ്പോൾ സ്വയം പര്യാപ്ത കൃഷിക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് പല പഞ്ചായത്തുകളും വിതരണം ചെയ്യുന്നത് തക്കാളി തൈ, മുളക് തൈ, വഴുതനത്തൈ, വെണ്ടത്തൈ, വിവിധ ഇലക്കറി തൈകൾ. ഇവ സൗജന്യമായോ സബ്സിഡിയോടുകൂടിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. കർഷകർക്കും വീട്ടുകാർക്കും ജൈവവളങ്ങൾ നൽകുന്ന പദ്ധതികളും നിലവിലുണ്ട്. രാസവളങ്ങളുടെ ഉപയോഗം കുറച്ച് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനാണ് ഇതിന്റെ ലക്ഷ്യം. പശു വളർത്തൽ നടത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ പദ്ധതിയാണിത്. തീറ്റപ്പുല്ല് കൃഷി ആരംഭിക്കുന്നതിന് ധനസഹായം, വിത്ത്, പരിശീലനം, സബ്സിഡി എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട്. ചെറിയ വരുമാന മാർഗം തേടുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണ് മുട്ടക്കോഴി വളർത്തൽ പദ്ധതി. പല സ്ഥലങ്ങളിലും കോഴിക്കുഞ്ഞുങ്ങൾ, തീറ്റ, സബ്സിഡി സഹായം എന്നിവ ലഭിക്കുന്നുണ്ട്. പല കുടുംബങ്ങളുടെയും വീടുകൾ അറ്റകുറ്റപ്പണികൾ ആവശ്യമായ അവസ്ഥയിലാണ്. അത്തരം കുടുംബങ്ങൾക്ക് വീടിന്റെ മേൽക്കൂര അറ്റകുറ്റപ്പണി, ചുമർ പുതുക്കൽ, ശുചിമുറി അറ്റകുറ്റപ്പണി,
സുരക്ഷാ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായി ധനസഹായം ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് പഠനമുറി നിർമ്മാണ പദ്ധതി. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ 2 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിലൂടെ പ്രത്യേക പഠനമുറി, മേശയും കസേരയും പഠന സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ്, പ്രത്യേക സ്കോളർഷിപ്പ്, പഠന സഹായം, പഠനോപകരണ സഹായം എന്നിവ ലഭിക്കുന്ന പദ്ധതികളും നിലവിലുണ്ട്. ആദ്യ ഘട്ടത്തിൽ വാർഡ് സഭകളിലും ഗ്രാമസഭകളിലും പങ്കെടുക്കുക. അവിടെ അർഹരായവരുടെ വിവരങ്ങൾ ശേഖരിക്കും, അപേക്ഷകൾ സ്വീകരിക്കും, രേഖകൾ പരിശോധിക്കും, മുൻഗണന പട്ടിക തയ്യാറാക്കും. തുടർന്ന് അന്തിമ ഗുണഭോക്തൃ പട്ടിക ഗ്രാമസഭ അംഗീകരിക്കും. അപേക്ഷ നൽകിയാൽ മാത്രം മതിയെന്ന് കരുതരുത്. ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് തെറ്റ്, ആധാർ വിവരങ്ങൾ തെറ്റ്, മൊബൈൽ നമ്പർ മാറിയത്, രേഖകൾ അപൂർണം ഇവ കാരണം അപേക്ഷ തള്ളപ്പെടാം. ഇപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ: റേഷൻ കാർഡ് തയ്യാറാക്കി വെക്കുക, ആധാർ കാർഡ് പരിശോധിക്കുക, ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പാക്കുക, ഹരിതകർമ്മസേന ഫീസ് അടയ്ക്കുക, വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക, ഗ്രാമസഭയിൽ നിർബന്ധമായും പങ്കെടുക്കുക. സുഹൃത്തുക്കളെ, പലരും കരുതുന്നത് പഞ്ചായത്ത് വഴി ലഭിക്കുന്നത് കുറച്ച് സഹായങ്ങൾ മാത്രമാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നത്. ഇതിൽ പലതും സാധാരണക്കാർ അറിയാതെ പോകുന്നതിൽ അർഹരായിട്ടും നിരവധി പേർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നു. കുടുംബശ്രീ അംഗങ്ങൾക്കും സാധാരണ വനിതകൾക്കും നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ സാമ്പത്തിക സഹായം, പരിശീലനം, സബ്സിഡി ലോൺ എന്നിവ ലഭിക്കാം. ചില പഞ്ചായത്തുകളിൽ തയ്യൽ മെഷീൻ വിതരണം, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, ചെറുകിട വ്യവസായ സഹായം, സ്വയം തൊഴിൽ പദ്ധതികൾ എന്നിവയും നടപ്പിലാക്കുന്നുണ്ട്. വീട്ടമ്മമാർ ഈ അവസരങ്ങൾ ഉപയോഗിച്ചാൽ അധിക വരുമാനം കണ്ടെത്താൻ കഴിയും. പല കർഷകരും കൃഷി വകുപ്പ് പദ്ധതികളെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിലും പഞ്ചായത്തുകൾ വഴി ലഭിക്കുന്ന സഹായങ്ങളെ കുറിച്ച് പലപ്പോഴും അറിയാറില്ല. കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, തൈകൾ, ജൈവവളങ്ങൾ, കൃഷി ഉപകരണങ്ങൾ, ജലസേചന സഹായങ്ങൾ എന്നിവ പല പദ്ധതികളും ഉൾപ്പെടുന്നു. കൂടാതെ ചെറിയ കൃഷി നടത്തുന്ന കുടുംബങ്ങൾക്കും മുൻഗണന ലഭിക്കാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ പശു വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുന്നവരാണ്. ഇവർക്കായി കന്നുകാലി വികസന പദ്ധതികൾ, തീറ്റ സബ്സിഡി, ഇൻഷുറൻസ് സഹായം, പരിശീലന പരിപാടികൾ, ക്ഷീര വികസന പദ്ധതികൾ എന്നിവ ലഭ്യമാക്കാം. പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിച്ചാൽ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മത്സ്യബന്ധന മേഖലയിലെ കുടുംബങ്ങൾക്കുള്ള സഹായങ്ങൾ, തീരദേശ മേഖലകളിലും ഉൾനാടൻ മത്സ്യകൃഷി നടത്തുന്നവർക്കും വിവിധ പദ്ധതികൾ ലഭ്യമാണ്. മത്സ്യകൃഷി യൂണിറ്റുകൾ, മത്സ്യക്കുഞ്ഞുങ്ങൾ, കുളങ്ങളുടെ നവീകരണം, ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള ധനസഹായം ചില പദ്ധതികളിൽ ഉൾപ്പെടുന്നു. യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പല യുവാക്കൾക്കും സർക്കാർ പദ്ധതികൾ മുതിർന്നവർക്കുള്ളതാണെന്ന് ആണ് ധാരണ. എന്നാൽ യുവാക്കൾക്ക് സ്വയം തൊഴിൽ സഹായം, തൊഴിൽ പരിശീലനം, ഡിജിറ്റൽ സ്കിൽ പരിശീലനം, സംരംഭകത്വ വികസന പദ്ധതികൾ, സ്റ്റാർട്ടപ്പ് പിന്തുണ എന്നിവയും ലഭ്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരം പദ്ധതിക്ക് അപേക്ഷ ക്ഷണിക്കാറുണ്ട്. സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയായിരുന്നു ലൈഫ് മിഷൻ. ആ ഒരു സ്കീം ഇപ്പോഴും നിലവിലുണ്ട്. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനുള്ള സഹായം ലഭിക്കും. അതുപോലെ പൂർത്തിയാകാത്ത വീട്ടുകൾക്ക് ചില സാഹചര്യങ്ങളിൽ സഹായം ലഭിക്കുന്ന പദ്ധതികളും നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പരിശോധിക്കുക. ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ വീൽ ചെയറിലോ ഉപകരണങ്ങളിലോ മാത്രം ഒതുങ്ങുന്നില്ല. പഠന സഹായം, തൊഴിൽ സഹായം, പ്രത്യേക ഉപകരണങ്ങൾ, സ്വയം തൊഴിൽ സഹായം തുടങ്ങി പദ്ധതികളും പലപ്പോഴും ലഭ്യമാകാറുണ്ട്. കൃത്യമായ രേഖകൾ സമർപ്പിച്ചാൽ ഇത്തരം പദ്ധതികളിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടാൻ കഴിയും. വയോജനങ്ങൾക്ക് ആരോഗ്യപരമായ സഹായങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, മരുന്ന് വിതരണം, വയോമിത്രം പോലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ എന്നിവയും ഇപ്പോഴും ലഭ്യമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്നവർ ഇത്തരം സേവനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ്.
പലരും ഗ്രാമസഭയിൽ പങ്കെടുക്കാറില്ല. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഗുണഭോക്തൃ പട്ടിക രൂപീകരിക്കുന്ന പ്രധാന വേദിയാണ് ഗ്രാമസഭ. നിങ്ങളുടെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ അപേക്ഷ നൽകിയ പദ്ധതി പരിഗണിച്ചിട്ടുണ്ടോ എന്നിവ നേരിട്ട് അറിയാൻ കഴിയുന്ന ഇടമാണ് ഗ്രാമസഭ. അതിനാൽ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലർക്ക് അർഹത ഉണ്ടായിട്ടും സഹായം ലഭിക്കാറില്ല. പ്രധാന കാരണങ്ങൾ: അപേക്ഷ നൽകാത്തത്, രേഖകൾ അപൂർണമായത്, ഗ്രാമസഭയിൽ പങ്കെടുക്കാത്തത്, സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കാത്തത്, ഫോൺ നമ്പർ തെറ്റായത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തെറ്റായത്. ഇവ ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. അവസാനമായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കാർ പദ്ധതികൾ പലപ്പോഴും പരിമിത ഗുണഭോക്താക്കൾക്കായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് അർഹതയുണ്ടെങ്കിൽ എത്രയും വേഗം അപേക്ഷ നൽകുക. വാർഡ് മെമ്പർ, പഞ്ചായത്ത് ഓഫീസ്, അക്ഷയ കേന്ദ്രം എന്നിവരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉറപ്പാക്കുക. നിങ്ങളുടെ കുടുംബത്തിനും സമീപവാസികൾക്കും ഇത്തരം പദ്ധതികളെക്കുറിച്ച് അറിയിക്കുക. അറിയാത്തത് കൊണ്ട് മാത്രം ഒരാൾക്കും സർക്കാർ ആനുകൂല്യം നഷ്ടമാകരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.